ജാപ്പനീസ് നാടോടി കഥകളിലെ ഒരു നിഗൂഢമായ ഒന്നിനെപ്പറ്റി സംസാരിച്ചാലോ? ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ പുകയ്ക്കുള്ളിൽ നിന്ന് ആരെങ്കിലും നിങ്ങളെ തിരികെ നോക്കുന്നുണ്ടെങ്കിലോ? ജപ്പാനിൽ ഈ ആത്മാവിന് ഒരു പേരുണ്ട്, എനൻ. ശരിക്കും പറഞ്ഞാൽ തീയിൽ നിന്ന് വരുന്ന പുകയ്ക്ക് മനുഷ്യരൂപം വന്നാൽ എങ്ങനെയായിരിക്കും? അതാണെന്റെ. ആദ്യമൊക്കെ എനന്റയെ കണ്ടിരുന്നത് ഒരു നിരുപദ്രവകാരിയായ യോക്കയായിട്ടാണ്. പക്ഷേ കഥ അവിടെ തീരുന്നില്ല. ഏറ്റവും രസകരം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഈ ഇരട്ട സ്വഭാവമാണ്. നന്മയും തിന്മയും ഒരുപോലെ ചേർന്നൊന്നു. ഈ ശാന്തനായ ആത്മാവിന് ഒരു ഭീകരരൂപം കൂടിയുണ്ട്. രോഗങ്ങൾക്കും മനുഷ്യരെ ആവാഹിക്കാനും കഴിവുള്ള ഒന്ന്. അപ്പോ എവിടെ നിന്നാണ് ഈ ഇരുണ്ട ശക്തി വരുന്നത്? ഒരു പുതിയ സിദ്ധാന്തം അതിന് ഭയപ്പെടുത്തുന്നൊരു ഉത്തരം നൽകുന്നുണ്ട്. പണ്ഡിതർ എനാന്റ് എന്ന പേരിനെ നരകത്തിന്റെ അധിപനായ എന്മ എന്ന പേരുമായി ബന്ധിപ്പിക്കുന്നു. ഈ സിദ്ധാന്തം എങ്ങനെയാണ് കാര്യങ്ങൾ മാറ്റിമറിക്കുന്നതെന്ന് നോക്കാം. ഇതനുസരിച്ച് എന്നന്റെ വെറും പുകയല്ല, മറിച്ച് പാതാളത്തിൽ നിന്ന് വരുന്ന ആത്മാക്കളാണ്. ഇതോടെ നമ്മൾ എൻട്രയെക്കുറിച്ചുള്ള ഏറ്റവും നിഗൂഢമായ ഒരു കാര്യത്തിലേക്കാണ് എത്തുന്നത്. ശാന്തവും ശുദ്ധവുമായ മനസ്സും ഹൃദയവുമുള്ള ഒരാൾക്ക് മാത്രമേ എന്നെ കാണാൻ കഴിയൂ. അതായത് അവരുടെ ഹൃദയശുദ്ധി പുകയ്ക്കുള്ളിലെ ആത്മാക്കളുടെ നന്മ കാണാൻ അവരെ സഹായിക്കുന്നു. അപ്പോ നിങ്ങൾ ഒരെണ്ണത്തിനെ കണ്ട അത് നിങ്ങളെക്കുറിച്ച് എന്തായിരിക്കും പറയുന്നത്?